ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഓപ്പൺ വയറിങ്ങിന് അല്ലെങ്കിൽ സാധാരണ കൺസീൽഡ് ആണെങ്കിലും ഓപ്പൺ വയറിങ്ങിനാണ് നമ്മൾ സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്ന ജംഗ്ഷനുകളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. 1 ഇഞ്ച് ജംഗ്ഷനുകളും അതായത് 3/4 ഇഞ്ച് പൈപ്പും അതായത് 20 mm 25 mm വരുന്ന ജംഗ്ഷനുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അതായിട്ട് വരുന്ന ബെൻഡും അതിൻ്റെ ചെറിയൊരു വയറിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ ആദ്യമേ തന്നെ നോക്കുക, ഇത് 25 mm 1 ഇഞ്ച് അതിൻ്റെ വണ്ണം കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ സാധിക്കും. 25 mmൻ്റെ 4-way ജംഗ്ഷനാണ് വരുന്നത്. അത് 4 സൈഡിൽ നിന്ന് നമുക്ക് പൈപ്പുകൾ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 20 mm ജംഗ്ഷനാണ് വന്നത്. അതായത് ആദ്യത്തെ കണ്ട 25, ഇത് 20 mm ജംഗ്ഷൻ. അതായത് മറ്റേത് കുറച്ചുകൂടി വലിയ പൈപ്പുകൾ വരുന്നത്, ഇത് കുറച്ചുകൂടി ചെറിയ പൈപ്പുകൾ വരുന്നത്. അത് നമ്മൾ സാധാരണ കോമൺലി ഉപയോഗിക്കുന്ന സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ 25 ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബെൻഡ് വ്യത്യാസമുണ്ട്. 25 mmൻ്റെ ബെൻഡുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 20 mmൻ്റെ ബെൻഡ് 20ക്ക് 20 mmൻ്റെ ബെൻഡാണ് ഉപയോഗിക്കുന്നത്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വയർ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 25 നമ്മൾ ഉപയോഗിക്കണം. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ 20 ഉപയോഗിച്ചാൽ മതി. ഇത് വരുന്നത് 3-way ജംഗ്ഷനാണ് വരുന്നത്. അതായത് അതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 3-way 3 സ്ഥലത്തേക്കുമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കണക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ നമ്മൾ ഹോൾഡറോ അതുപോലെ തന്നെ എന്തെങ്കിലും ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യാനോ അതല്ലെങ്കിൽ ട്യൂബ് സെറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്നത് T ആണ്. അത് ഓപ്പൺ വയറിങ്ങിനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. T നമ്മൾ സാധാരണ പോലെ തന്നെ ജംഗ്ഷനുകൾ ഉപയോഗിക്കാറുണ്ട്. ജംഗ്ഷൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് ജംഗ്ഷൻ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ T ഇട്ടിട്ടാണ് ചെയ്തു പോകുന്നത്. ഓപ്പൺ വയറിങ്ങിനാണ് നമ്മൾ സാധാരണ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇത് കപ്ലിംഗ് ആണ്. അതായത് ഇത് 25 mm കപ്ലിംഗ് ആണ്. അത് 2 പൈപ്പുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് കപ്ലിംഗ് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതല്ല, ജസ്റ്റ് നമുക്ക് ചൂടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കപ്ലിംഗ് ചെയ്താലും യൂസ് ചെയ്യാൻ സാധിക്കും. കപ്ലിംഗ് ആയിട്ടാണെങ്കിൽ നമുക്ക് കപ്ലിംഗ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ 20യുടെ കപ്ലിംഗ് വാങ്ങിക്കാൻ കിട്ടും, 25ൻ്റെ എല്ലാത്തിൻ്റെയും കപ്ലിങ്ങുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ബെൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് 25 എന്ന് പറയുന്നത് കുറച്ചുകൂടി വണ്ണം കൂടിയ ബെൻഡായിരിക്കും, 20 എന്ന് പറയുന്നത് കുറച്ചുകൂടി വണ്ണം കുറഞ്ഞ ബെൻഡായിരിക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഓപ്പൺ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ബെൻഡുകൾ 20, 25, അതുപോലെ തന്നെ ജംഗ്ഷൻ 1-way ജംഗ്ഷൻ ഉപയോഗിക്കാണ്ട്, 2-way ജംഗ്ഷൻ ഉപയോഗിക്കാണ്ട്, 3-way ജംഗ്ഷൻ, 4-way ജംഗ്ഷൻ, പിന്നെ വരുന്ന H രീതിയിൽ വരുന്ന ജംഗ്ഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓപ്പൺ വയറിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പൈപ്പ് ISI പൈപ്പ് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ അതുപോലെ തന്നെ ചൂട് കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ വളഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ISI തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയൻ്റെ അകത്ത് ഇതെല്ലാം തന്നെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഓപ്പൺ വയറിംഗ് ആണ്. നമ്മൾ മുകളിലൂടെയാണ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ വയറിങ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, ബാക്ക് സൈഡ് വരുന്ന സമയത്ത് ഇതുപോലെ ഓപ്പൺ വയറിംഗ് ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് പൈപ്പ് ക്വാളിറ്റി പൈപ്പ് അല്ലെങ്കിൽ അത് വളയാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം സാഡിൽ ചെയ്ത് പോകുന്ന സമയത്ത് ചൂടടിക്കുന്ന സമയത്ത് വളഞ്ഞ് ഒരു സൈഡിലേക്ക് അതിൻ്റെ ലെവൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി പൈപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഓപ്പൺ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഏകദേശം പ്രൊഡക്ട്സുകളും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഏകദേശം ഒക്കെ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and